നമസ്കാരം. ഈ ഭാരത് മൊബിലിറ്റി എക്സ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാനിരിക്കുന്ന വാഹനങ്ങളുടെ ഒരു എക്സ്പോ മാത്രമല്ല, ഓരോ കമ്പനികളുടെയും അവരുടെ ഡിസൈനേഴ്സിന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ ടെക്നോളജികൾ, പുതിയ കോൺസെപ്റ്റ്സ് നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കമ്പനികളുടെ കോൺസെപ്റ്റ് മോഡൽ വണ്ടികൾ നമ്മൾ കാണാറുണ്ടല്ലേ, അതുപോലത്തെ ഒരു കോൺസെപ്റ്റ് മോഡലാണ് ടി വി എസിന്റെ വിഷൻ iQube കോൺസെപ്റ്റ്. ഇതൊന്നും ഒരിക്കലും പെട്ടെന്ന് പ്രൊഡക്ഷനിലേക്ക് വരുന്ന മോഡലല്ല, പക്ഷേ ഭാവിയിൽ വന്നുകൂടാതെ ഇല്ല. ഈ ഒരു സ്കൂട്ടർ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിന്റെ ആ ഒരു മസ്കുലർ ബോഡിയും അതിന്റെ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് അല്ലേ. ഞാൻ ഈ അടുത്ത് BMW CE04 എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് ബൈക്ക് ബാംഗ്ലൂർ വെച്ചിട്ട് ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബൈക്കുമായിട്ട് ഈ സ്കൂട്ടറിന് എവിടേക്കോ എന്തൊക്കെയോ കുറച്ച് സാമ്യം ഉള്ളതുപോലെ എനിക്ക് തോന്നി. ആക്ച്വലി BMWന്റെ ആ ഒരു ബൈക്കിനെ അപേക്ഷിച്ച് ഈ ഒരു സ്കൂട്ടറിന് നീളം നല്ല കുറവുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ മറ്റൊരു ഇരുചക്ര വാഹനത്തിലും കാണാത്ത രീതിയിലുള്ള സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ. നിങ്ങൾക്ക് അതിവിടെ കാണാൻ സാധിക്കും. ഏകദേശം 3 ഇഞ്ചോളം നമുക്ക് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഹൈറ്റിന്റെ ഒരു പ്രശ്നം വരാത്ത രീതിയിലാണ് ശരിക്കും ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു കോൺസെപ്റ്റ് മോഡൽ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വണ്ടിയുടെ മുന്നിലെ വീൽ സൈസ് 15 ഇഞ്ചും അതുപോലെ തന്നെ പിറകിലെ വീൽ സൈസ് 14 ഇഞ്ചുമാണ്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മൊത്തത്തിൽ 6.4 kWh ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫിക്സ്ഡ് ബാറ്ററിയും സ്വാപ്പബിൾ ബാറ്ററികളുമുണ്ട്. ഈ വണ്ടിയുടെ ഫിക്സ്ഡ് ബാറ്ററി കൊടുത്തിരിക്കുന്നത് ഫുഡ് ബോർഡിലല്ല, പിന്നെ ഈ വണ്ടിയിൽ സ്വാപ്പബിൾ ബാറ്ററി ഉണ്ട്. സ്വാപ്പബിൾ ബാറ്ററി എന്തായാലും ബൂട്ട് സ്പേസിലാണ് ഇറക്കി വെക്കുക. പിന്നെ എവിടെയാണ് ഫിക്സ്ഡ് ബാറ്ററി കൊടുത്തതെന്നുള്ളതാണ് ചോദ്യം. ഈ വണ്ടിയുടെ പിറകിലെ പാനലിൽ ഡയമണ്ട് പോലെ ഡിസൈൻ ചെയ്ത ഒരു ഭാഗം നിങ്ങൾ കണ്ടില്ലേ, അതിന്റെ ഉള്ളിലാണ് ഇരുവശങ്ങളിലായിട്ടും 1.7 kWh 2 ബാറ്ററികൾ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ 3.4 kWh ബാറ്ററി. അത് ഫിക്സ്ഡ് ബാറ്ററിയാണ് കേട്ടോ. അതുകൂടാതെ 1.5 kWh 2 സ്വാപ്പബിൾ ബാറ്ററികളുമുണ്ട്. അപ്പോൾ ഇതിന്റെ 3 kWh കൂട്ടി മൊത്തത്തിൽ 6.4 kWh ബാറ്ററി. ഈ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന താഴെ കാണുന്നതാണ് 1.5 kWh ഒരു സ്വാപ്പബിൾ ബാറ്ററി കേട്ടോ. സീറ്റിന്റെ അടിയിലാണ് വണ്ടിക്ക് ആവശ്യമായ 2 സ്വാപ്പബിൾ ബാറ്ററികൾ ഉള്ളത്. സീറ്റ് തുറക്കാനുള്ള അനുവാദം ഇല്ലാത്തത് കൊണ്ട് ഈ ഗ്യാപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2 ബാറ്ററികൾ ഇരിക്കുന്നതായിട്ട് കാണാം. ഫിക്സ്ഡ് ബാറ്ററിയിൽ നിന്നും ഫുൾ ചാർജിൽ ഏകദേശം 120 കിലോമീറ്ററിനടുത്ത് റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. അതേപോലെ 2 സ്വാപ്പബിൾ ബാറ്ററി കൂടി ഉപയോഗിച്ചാൽ വീണ്ടും ഒരു 100 കിലോമീറ്റർ കൂടി നമുക്ക് റേഞ്ച് ലഭിക്കും. അതായത് മൊത്തത്തിൽ നമുക്ക് 6.4 kWh ബാറ്ററിയിൽ നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ റേഞ്ച് പ്രതീക്ഷിക്കാം. ഈ വണ്ടിയുടെ മോട്ടോറിന് ശരിക്കും പറയുകയാണെങ്കിൽ ഹൈ പവർ ആയിരിക്കും. അതുകൊണ്ടാണ് 6.4 kWh ബാറ്ററി ഉണ്ടായിട്ടും 200 കിലോമീറ്റർ റേഞ്ച് മാത്രം കിട്ടുന്നത്. എന്തായാലും ഇവർ മോട്ടോറിന്റെ പവർ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഈ വണ്ടിയുടെ മുൻഭാഗത്തേക്കൊന്ന് വന്ന് നോക്കിയാൽ പെട്ടെന്ന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എവിടെ പോയെന്ന് കരുതും. അതേപോലെ മിററും ഇല്ല. ആ ഒരു ഭാഗം മുഴുവൻ നെയ്ക്കഡ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇതെല്ലാം വരുന്നത് ഹാൻഡിലിന്റെ 2 ഭാഗങ്ങളിലും കാണുന്ന ഈ ചെറിയ 2 ഡിസ്പ്ലേകളിലാണ് കേട്ടോ. അതിൽ റിയർ വ്യൂ ക്യാമറയും ഉണ്ട്. ഈ ഡിസ്പ്ലേയുടെ പിറകിലാണ് ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നോക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ റിയർ വ്യൂ ക്യാമറയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് കണ്ടറിയേണ്ടി വരും അല്ലേ. കാരണം ഇവിടെ സേഫ്റ്റി ഒരു പ്രധാന ഘടകമാണ്. അതേപോലെ ഇതിന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണെന്നാണ് TVS ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് സസ്പെൻഷന്റെ സ്മൂത്ത്നെസ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് TVS വിഷൻ iQube കോൺസെപ്റ്റിനെ കുറിച്ച് കമ്പനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ഇവരുടെ ഡിസൈനേഴ്സിന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു സംഭവം. TVSന്റെ വിഷൻ iQube കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടി ഭാവിയിൽ ഇറങ്ങുകയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇവരിതിന്റെ വിലയൊന്നും പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.